ഞങ്ങൾ കുട്ടികൾ തിരക്കിട്ട പണിയിലാണ്. മിഥുനമാസത്തിൻ്റെ അവസാന ദിനങ്ങളാണ്. എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും തേച്ച് മോറി വൃത്തിയാക്കണം. വാതിൽപ്പടി, തൂണ്, മേശ, കസേര, ടീപ്പോയ്, ചീരവ, പലക തുടങ്ങിയ ഉരുപ്പടികളൊക്കെ പാറവത്തിൻ്റെ ഇലട്ട തേച്ച് കഴുകുക. തണ്ണിക്കിണ്ടി, താലം, വിളക്ക് ഇങ്ങനെയുള്ള ഓട്ടുപാത്രങ്ങളൊക്കെ വെണ്ണീറിട്ട് തേക്കുക. അന്ന് ഡിഷ് വാഷൊന്നുമില്ല. അകവും പൂർവ്വം എല്ലാം വൃത്തിയാക്കിയിട്ട് പൊട്ടീനാട്ടണം. വല്യമ്മ പൊട്ടിയ കലത്തിൽ കുറ്റിച്ചൂലും ചവറോട്ട് മുന്നിലോടും. പിന്നാലെ ഏച്ചി ചാണകവെള്ളം തളിച്ചുകൊണ്ട് പോവും. അതിൻ്റെ പിന്നാലെ ഞാൻ പോവാം. 3 പ്രാവശ്യം വീട് ചുറ്റണം. പൊട്ടിമക്കളും പോവപ്പോൾ ശ്രീബുദ്ധിമക്കളും വാവാന്ന് ഉച്ചത്തിൽ വിളിച്ച് പറയണം. പൊട്ടിപ്പുറത്ത് ശ്രീ ഭഗവതി അകത്ത് നാട്ടോ ഇതിൻ്റെ സങ്കല്പം. ചീത്തതിനെ അടിച്ചു പുറത്താക്കി നന്മയെ സ്വീകരിക്കുക എന്നാട്ടോ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ കുട്ടികൾക്ക് ഇതൊക്കെ വലിയൊരാവേശമായിരുന്നു. പൊട്ടീനെ ആട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഓട്ട കുളത്തിലേക്ക്. അപ്പോഴേക്കും എല്ലാവരും കുളത്തിലെത്തിയിട്ടുണ്ടാവും. കുളത്തിൽ മലർന്ന് നീന്തുക, ഊളയിട്ട് പൊങ്ങുക, അക്കരെ പോയി ഇക്കരെ വരിക, ഇതൊക്കെയാണ് പരിപാടി. ഏച്ചിക്ക് വലിയ പേടി. ഓള് കരയ്ക്കിൽ നിന്ന് പടവും പിടിച്ച് വെറുതെ കാലിട്ടടിക്കുക മാത്രം ചെയ്യുക. ഞങ്ങൾ പറയും ഇവിടെ വാ, ഇവിടെ ആഴല്ല, ഇവിടേക്ക് വാ എന്നൊക്കെ പറഞ്ഞാലും ഓള് വരില്ല. കുളം കലങ്ങാതെ തെളിഞ്ഞിരിക്കുന്ന നേരത്ത് വറ്റിട്ട് കൊടുത്താൽ നെറ്റിമീൻ വരും. ഞങ്ങൾ തോർത്തുമുണ്ടിനെ കൊണ്ട് പിടിച്ച് ഹോർലിക്സ് സൂപ്പിയിൽ വെള്ളം നിറച്ച് അതിലിട്ട് വയ്ക്കും. അത് ചത്തുപോവും, പാപം കിട്ടുന്നൊക്കെ ശ്രീമതിലാമ്മ പറയും. ഞങ്ങൾക്കതൊക്കെ ഒരു നെവർ മൈൻഡാണ്. ആ കുളമൊന്നുമില്ല കേട്ടോ. പുഴയത്തേക്കുള്ള കുടിവെള്ള പദ്ധതിയായി മാറി. എന്നാലും ആ കുളമൊന്നും എൻ്റെ മനസ്സിൽ ഒരു സ്ഫടികപാത്രം പോലെ തിളങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. പിറ്റേന്ന് രാവിലെ ഉണർന്നു വരുമ്പോഴേ ഉമ്മറത്ത് ശ്രീബോധീനെ ഒരുക്കിയിട്ടുണ്ടാവും. പലകയിൽ ഭസ്മം കൊണ്ട് 3 വര വരച്ച് തണ്ണിക്കിണ്ടിയിൽ തുമ്പക്കഴുത്തും മുക്കുറ്റി ഇട്ട് വെച്ചിട്ടുണ്ടാവും. ഇടയ്ക്കൊക്കെ ഉമിക്കരിയും ഈർക്കളൊക്കെ കണ്ടൊരോർമ്മ ഉണ്ട് കേട്ടോ. ശക്തമായ കാറ്റും മഴയും പട്ടിണിയും പായാരം ഇതൊക്കെ കൊണ്ടാകാം കർക്കിടകത്തെ പഞ്ഞക്കർക്കിടകം, കള്ളക്കർക്കിടകം എന്നൊക്കെ വിളിച്ചത്. പകലും മാന ഇരുണ്ട് കിടക്കും. കാറ്റടിച്ച് മഴ പെയ്യുമ്പോൾ വല്യമ്മ പറയും കലിയം പോകുന്നുണ്ടെന്ന്. അന്ന് സ്കൂൾ കഴിഞ്ഞ് വരാൻ വലിയ ഉത്സാഹമാണ്. അന്നാണ് കലിയന് കൊടുക്കുക. മഴയെ വരവേൽക്കാനും സമൃദ്ധമായ വിളവ് ഉറപ്പാക്കാനും വേണ്ടിയാട്ടോ കലിയന് കൊടുക്കുന്നത്. വാഴപ്പോള ഈർക്കളും കൊണ്ട് കാർഷിക ഉപകരണങ്ങളുടെ ചെറിയ മാതൃകകൾ ഉണ്ടാക്കും. കുമ്പിളപ്പം ഉണ്ടാക്കും. കുമ്പിളപ്പം ഒരു ചിരട്ടയിലെടുക്കും. ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ചെറിയ ഉപകരണങ്ങളെല്ലാം എടുത്തിട്ട് പ്ലാവിൻ്റെ ചുവട്ടിൽ കൊണ്ടുവയ്ക്കും. ഉച്ചത്തിൽ വിളിച്ച് പറയും കലിയാ എൻ്റെ പ്ലാവിൻ്റെ ചുവട്ടിൽ കൂടെ പോയിക്കോന്ന്. ഭൂമിയായിട്ടും അതിൻ്റെ ഔദാര്യമായിട്ടും ബന്ധപ്പെട്ട ഒരു ആത്മാവായിട്ടാണ് കലിയനെ കണക്കാക്കപ്പെടുന്നത്. അല്ലാതെ കലിയനൊരു ദേവനൊന്നുമല്ല കേട്ടോ. കലിയനെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കുമ്പിളപ്പം കഴിക്കും. ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വേട്ടയാടുന്ന കർക്കിടക മാസത്തിൽ മാനസിക സ്വാസ്ഥ്യത്തിനും നമ്മളിൽ ഒരു ശുഭാപ്തി വിശ്വാസം സൃഷ്ടിക്കാനും വേണ്ടിയായിരിക്കും രാമായണ പാരായണം ചെയ്യുന്നത്. രാമൻ്റെയും സീതേൻ്റെയൊക്കെ സ്ഥിരോത്സാഹത്തിൻ്റെയും പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്നതിൻ്റെയൊക്കെ കഥയാണല്ലോ രാമായണം. അത് വായിക്കുന്നതിലൂടെ മനുഷ്യർക്ക് ആശ്വാസം കിട്ടിയിരിക്കാം. അന്നൊക്കെ കർക്കിടകത്തിൽ 10 വെയിലുണ്ടാവാറുണ്ട്. വെയിലുള്ള ദിവസം ആശേച്ചി ലതികളമ്മ നമുക്ക് കുട്ടനായരെ തൊടിയിൽ പോവാമെന്ന് ചോദിച്ചു വരും. ആശേച്ചിനെ കാണാൻ നല്ലയിടത്തെ അടുക്കളയിൽ ശ്രീല നല്ലയിടത്തിനെ പോലെ. വല്യമ്മയും വലിയച്ഛനും പഠിപ്പിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആശേച്ചി 10 വരെയേ പഠിച്ചിട്ടുള്ളൂ. കല്യാണം കഴിക്കണം, എത്തിച്ചേരുന്ന വീട്ടിൽ നല്ല സ്നേഹത്തോടെ പെരുമാറണം, അവിടുത്തെ അച്ഛനെയും അമ്മനെയും ഞങ്ങളെപ്പോലെ തന്നെ കാണണം എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുക. ആശയിച്ച് എപ്പോഴും ഒരുങ്ങിയാണ് നടക്കുക. നഖങ്ങൾ നീട്ടി വളർത്തി നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടാവും. ഞങ്ങൾ പോയാൽ ഞങ്ങൾക്ക് ഇട്ട് തരും. എവിടെയെങ്കിലും വിരുന്ന് പോവാണ്ടെങ്കിൽ അമ്മ ഞങ്ങളെ കുളിപ്പിച്ച് പെറ്റിക്കോട്ടും ഇടിച്ച് ആശേച്ചിൻ്റെ അടുത്തേക്ക് വിടും. ആശേച്ചീൻ്റെ കയ്യിലുള്ള മേക്കപ്പ് ഉപകരണം ഞങ്ങളുടെ മുഖത്ത് പല കലാവിരുതും നടത്തും. കോട്ടിയും വയറും കൊണ്ട് മുന്തിരിക്കൊല, പത്തിരിച്ചട്ടിയിൽ പെയിൻറ്റ് ചെയ്തിട്ട് സ്വീക്കൻസ് ഒട്ടിച്ച് പക്ഷികളുടെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള ആർട്ട് വർക്കുകളൊക്കെ ആശേച്ചിക്ക് അറിയായിരുന്നു. കുട്ടനായർ തൊടി എന്ന് പറഞ്ഞാൽ എന്താ കലവറ. കർക്കിടകക്കഞ്ഞിക്കൂട്ടുകളുടെ കലവറ. ചെറുള, ചെറുകടലാടി, കൊടിയാവണക്ക് ഇങ്ങനെയുള്ള എല്ലാ മരുന്ന് ചെടികളും അവിടെ ഉണ്ട്. ഞങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ട
ചേരിക്കായ, മിണ്ടാക്കായ, മുള്ളുംകായ, തുഷാരം ഇത്യാദികളും ഉണ്ട് കേട്ടോ. വശ്യമനോഹരമായൊരു പറമ്പ്, 5-6 ഏക്കർ വരും. തെങ്ങും തോപ്പാണോ എന്ന് ചോദിച്ചാലല്ല. പറമ്പിന് തെക്കുന്ന് വടക്കോട്ടൊരു ചരിവ, ചെറിയ മുറികളും വലിയ ഉമ്മറും ഉള്ള ഓടിട്ടൊരു പഴയ വീടും പറമ്പിലുണ്ടായിരുന്നു. ഞങ്ങൾ പഠിപ്പിച്ച തുളസി ടീച്ചറും സരസമ്മ ടീച്ചറും വർഷങ്ങളോളം അവിടെ താമസിച്ചിട്ടുണ്ട്. പച്ച പരവതാനി വിരിച്ചതുപോലുള്ള പുല്ലിലൂടെ ഓടിയിറങ്ങാൻ ഭയങ്കര ഹര. തൊടീൻ്റെ നോട്ടം തങ്കമണി എടുത്തേക്കായിരുന്നു. സീമേടത്തി ആടുകളെ കൊണ്ട് കെട്ടും. സീമേടത്തിൻ്റെ യഥാർത്ഥ പേര് എന്താണെന്ന് എനിക്കറിയില്ല. ചന്ദനം, വാസുദേവ, സീമ ഇങ്ങനെയൊക്കെയാണ് ഞാൻ കേൾക്കാറ്. പാപ്പൻ്റെ കല്യാണം കഴിഞ്ഞ് ഇളയമ്മ അന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ. ഇളയമ്മ വന്നേര് ചന്ദ്രേട്ടൻ, വാസുദേവേട്ടൻ ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോഴാണ് ഞാനറിയണം ഈ പേരിന് ഇത്രയും സൗന്ദര്യമുണ്ടെന്ന്. കുട്ടനാട് തൊടീനെ കുറിച്ച് പറയുമ്പോഴേ ഒരു സംഭവം പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. ഞങ്ങളുടെ അപ്പർ പ്രൈമറി എഡ്യൂക്കേഷൻ മുറ്റത്ത് വലിയ തണൽമരമുള്ള മണ്ണൂർ നോർത്ത് UP സ്കൂളിലിരുന്ന് നാരായം, അനുബന്ധം തുടങ്ങിയ പല സിനിമകളുടെ ഷൂട്ടിംഗ് അവിടെ വെച്ച് നടന്നിട്ടുണ്ട്. അനുബന്ധത്തിൻ്റെ ഷൂട്ടിംഗ് 5th പഠിക്കുമ്പോഴാണ്. കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്തതിൽ അവളും ഉണ്ടായിരുന്നു. അണിയറ പ്രവർത്തകർ സെലക്ട് ചെയ്ത കുട്ടികൾക്കൊക്കെ പല ഇൻസ്ട്രക്ഷൻസും കൊടുത്ത് ഏച്ചീൻ്റെ അടുത്ത് പറഞ്ഞ് നല്ല ഭംഗിയുള്ള ഉടുപ്പിട്ട് വരണം, ഗിരിജ എന്ന് പേര് വിളിക്കുമ്പം പ്രസൻറ്റ് ടീച്ചർ എന്ന് പറയണം, ഹരി എന്ന് പറഞ്ഞ കുട്ടീനെ ടീച്ചർ കളിയാക്കി സംസാരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ചിരിക്കണം എന്നൊക്കെ. സിനിമ റിലീസായി. ഞങ്ങളെല്ലാവരും കാണാൻ വേണ്ടി പോയി. അവളുടെ ഒരു സൈഡ് സെക്കൻഡ് നേരെ കാണുന്നുള്ളൂ. എന്നാലും ഓള് പറയുന്നത് ഞാൻ ചൈൽഡ് ആർട്ടിസ്റ്റാണ്. അപ്പം ഞാൻ പറയാൻ വന്നത്, ഞങ്ങളൊരു ദിവസം എല്ലാവരും കൂടെ സ്കൂളിൽ പോവാം. ഏച്ചി, ഞാൻ, പുഷ്പച്ചേച്ചി, പിങ്കു, ജബിത എല്ലാവരും ഉണ്ട്. റേഷൻ പീടിയും കഴിഞ്ഞ് കള്ളുഷാപ്പിൻ്റെ അടുത്തെത്തി. കള്ളുഷാപ്പിനെ പറ്റി പറയുമ്പോഴേ 1000 കഥകളുണ്ട് കേട്ടോ. ശ്രീമതിളം പറയുന്നത് പോലെ അത് അടുത്ത എപ്പിഡോസിൽ പറയാട്ടാ. ഞങ്ങളുടെ നാട്ടിൽ തേങ്ങ കടത്താൻ പോണ ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ മുന്നിൽ നടക്കുന്നുണ്ട്. ഏച്ചി വെറുതെ അവരെ കൊന്നരാന്ന് വിളിച്ച്. അവർക്ക് ദേഷ്യം പിടിച്ച് അവർ തിരിഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് ഓട്ടി. ഞങ്ങൾ പേടിച്ച് കുട്ടനാട് തൊടിക്കും പുഴക്കാട്ട് വീടിന് ഇടയിലൂടെ ഒരു കുണ്ടനട വഴിയുണ്ട്. ചേരയും പാമ്പും കല്ലിട്ടിക്കുഴിയും എല്ലാം ഉണ്ടാവും. ആ ഇടയിലൂടെ ഞങ്ങൾ മരണം ഒട്ടോടി. ഓട്ടത്തിനിടയിൽ പിങ്കു വീണ്. ഓളന്ന് ചെറുതാണ്, 1ാം ക്ലാസ്സിലായിട്ടേ ഉള്ളൂ. പിങ്കുവിനെ എടുത്ത് ഞങ്ങൾ വീണ്ടും ഓടി. പഴയ ബാങ്ക് മെയിൻ റോഡിൽ കയറി. ഭാഗ്യം മൂപ്പരെ കാണില്ല. എന്നാലോ മൂപ്പര് കലി തുള്ളിപ്പോയത് നടുത്തൊടിയിലേക്കായിരുന്നു. ചിന്നപ്പേട്ടൻ്റെ കാൽസറായിടുന്നൊരു മോളുണ്ടല്ലോ, ഓളിനെ വേണ്ടാത്തതൊക്കെ വിളിക്കുന്നുണ്ട് എന്ന് വല്യമ്മനോട് പറഞ്ഞ്. അമ്മയും വല്യമ്മയും പേടിച്ച്. വല്യമ്മ പറഞ്ഞു, മോനെ ചന്നര ഈ സമാധാനപ്പെട്, ഓളെ ഞങ്ങൾ ഗുണദോഷിച്ചോളാം. ചിന്നപ്പുത് അറിയണ്ട, ചിന്നപ്പുത് അറിഞ്ഞാൽ ഇവിടെ കൊലപാതകം നടക്കും. ഞങ്ങൾ വേണ്ടത് ഓളെ പറഞ്ഞ് മനസ്സിലാക്കുക, ഇനി ഓൾ അങ്ങനെയൊന്നും വിളിക്കൂല എന്നൊക്കെ പറഞ്ഞ് മൂപ്പരൊരുവിധം സമാധാനിപ്പിച്ച് പറഞ്ഞു വിട്ട്. സ്കൂൾ കഴിഞ്ഞ് വന്നേരം ഓക്കമ്മൻ്റെ അടുത്ത് നിന്ന് 7 വട്ടം കുടുങ്ങി. പിന്നെ ഞങ്ങൾ നടുത്തൊടിയിൽ നിന്നൊക്കെ മാറി പുതിയ വീട് വെച്ച് മാറിയത്. പിന്നെ ഒരിക്കലും ചന്ദ്രൻ എന്ന് പറഞ്ഞവരെ ഞാൻ കണ്ടിട്ടില്ല. കുട്ടനാട് തൊടീനെ ഓർക്കുമ്പോൾ പേടിപ്പെടുത്തുന്ന ഒരു ഓർമ്മയിരുന്നത് ഏച്ചി അവരെ കൊന്നരാന്ന് വിളിച്ചത്. കുട്ടനാട് തൊടിയിൽ നിന്ന് കാടും പടലും പറിച്ചു പോന്നാൽ പിന്നീടുള്ള പ്രഭാതങ്ങളിൽ പലഹാരം ഉണ്ടാവില്ല, കർക്കിടക കഞ്ഞിയായിരിക്കും. ഉച്ചയ്ക്ക് ആണെങ്കിൽ പരിപ്പിൽ ചക്കക്കുരു, ചീരൻ്റില, സുക്കുറുമൈന, ചേനത്തണ്ട്, ചേനപ്പൂവ്, ചേമ്പുംതണ്ട്, കഞ്ഞിത്തൂവ ഇതൊക്കെ ഇട്ട കറിയിരിക്കും. ഞാൻ വിചാരിക്കും ഈ പരിപ്പ് എന്ന് പറഞ്ഞ സംഗതി ഇല്ലെങ്കിൽ അമ്മ ഈ തണ്ടും പൂവും എലിയൊക്കെ എവിടെ കൊണ്ടുപോയിട്ടായിരുന്നു. സാമ്പാറൊക്കെ എപ്പോഴെങ്കിലും ഉണ്ടാവുക. തോട്ടിൻ്റെ അവിടെ ഒരു ഉണ്ണിയേട്ടൻ്റെ പീടികയിൽ 20 ഉറുപ്പ്യക്ക് സാമ്പാറും കഷ്ണം കിട്ടും. സാമ്പാർ വെക്കണമായിരുന്നു എന്ന് അമ്മ പറയുമ്പോൾ ഞാൻ കേൾക്കാത്ത മാതിരി നിൽക്കും. ഉണ്ണിയേട്ടൻ്റെ പീടികയിലേക്ക് പടിഞ്ഞാട്ട് കുറച്ചങ്ങോട്ട് പോകണം. അമ്മ പുളിയച്ചാറും കൂടെ സ്പോൺസർ ചെയ്യും. അപ്പം ഞാൻ പോവും. ഉണ്ണിയേട്ടൻ കടല പൊതിയണ പോലെ കോൺ ഷേപ്പിൽ കടലാസ് ചുരുട്ടിയിട്ട് അതിൽ എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ട് ചാക്കുന്നോല് കൊണ്ട് കെട്ടിത്തരും. അതും വാങ്ങി പുളിയച്ചാറും രുചിച്ച് ഞാൻ ആ ചെമ്മൺ പാതയിലൂടെ പോരും. പണ്ടുള്ളൊരു കർക്കിടകക്കഞ്ഞിയും പത്തിലക്കറിയും ജീരകക്കോഴിയൊക്കെ കൂട്ടി ജീവിച്ച് പാമ്പിനെയും പശുവിനെയും പക്ഷികളെയും പൂജിച്ച്
മഴേനെയും മരത്തിനെയും മണ്ണിനെയും മേഘത്തിനെയും ഒക്കെ അവർ ആരാധിച്ച്. ഇങ്ങനെയൊക്കെ അവർ ചെയ്തത് സസ്യശാസ്ത്രവും ഭൂമിശാസ്ത്രവും ജന്തുശാസ്ത്രമൊക്കെ പഠിച്ചിട്ടാണ്. അവർക്കറിയായിരുന്നു ഇതൊന്നും ഇല്ലെങ്കിൽ മനുഷ്യരില്ല എന്ന്.